പുണർദം നക്ഷത്രത്തിൻ്റെ കാൽഭാഗം മാത്രമാണ് മിഥുനക്കൂറിലുള്ളത്. ബാക്കി മുക്കാൽ ഭാഗവും നമുക്ക് കർക്കിടകക്കൂറിലാണ്. അപ്പോൾ ഈ കാൽഭാഗം മാത്രമുള്ള പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കണ്ടകശനിയുടെ ഒരു കാലഘട്ടവും വ്യാഴമാണെങ്കിൽ ജന്മത്തിലുള്ള ഒരു വ്യാഴമാണ്. അപ്പോൾ ഈ ഒരു പുതുവർഷം മനസ്സിലാക്കി, അതായത് വിഷുഫലത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കണ്ടകശനി ആണെങ്കിലും മിഥുനക്കൂറുകാർക്ക് 9ാം ഭാവത്തിൽ ശനീശ്വരൻ നിന്നപ്പോൾ തന്നിട്ടുള്ളൊരു നല്ല ഭാവങ്ങളുണ്ട്, നല്ല അറിവുകളുണ്ട്. നമുക്ക് ഒരു പുതിയ നിഗൂഢമായ ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ പൂർണ്ണമായിട്ട് മുന്നിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മുടെ 2.5 വർഷം നമ്മൾ അതിന് നിഗൂഢമായ ശാസ്ത്രങ്ങളെ പഠിക്കാൻ പോയി, എന്നിട്ടിപ്പോൾ അത് നിർത്തി ഒരു അലസതയൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്തെയൊക്കെ മാറ്റി ഈ ശാസ്ത്രത്തെ ഒന്നും കൂടി നമ്മൾ പോഷിപ്പിച്ചെടുത്ത് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ശാസ്ത്രങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഏതൊരു കർമ്മമാണോ, ഇപ്പോൾ ആ ശാസ്ത്രം മാത്രമല്ല നമ്മൾ ചെയ്യുന്ന തൊഴിൽ, ആ തൊഴിലിനെ നല്ല പോലെ ശ്രദ്ധിച്ച് സ്നേഹിച്ച് അതിനെ കൊണ്ടുപോകണം. അപ്പോൾ ശനി തരുന്ന അത്ഭുതമായിട്ടുള്ള കഴിവുകൾ നമുക്ക് തരും, സമ്പത്തിനെയും തരും. നമുക്ക് ജോലി ധാരാളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് വരും. അതുപോലെ തന്നെ വ്യാഴം നമുക്ക് കൂടെയുണ്ട്. അവർ വ്യാഴക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. പിന്നെ മിഥുനൻ രാശിയായത് കൊണ്ട് ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പിക്കുക, ഗണപതിക്ക് കറുകമാല കൊടുക്കുക. ഇതാണ് ഈ മിഥുനൻ രാശിയിലുള്ള പുണർദം നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. കർക്കിടക രാശിയിലുള്ള പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ശനീശ്വരൻ വന്ന് നിൽക്കുന്നത് 9ാം ഭാവത്തിലാണ്. 9ാം ഭാവത്തിൽ ശനി, അതും മീനൻ രാശിയിലെ ശനി ഏറ്റവും നല്ല ഭാവമാണ്. പക്ഷെ ഇവരൊക്കെ വെച്ചാൽ 3ാം ഭാവത്തിൽ നമുക്ക് കേതു വരുന്നുണ്ട്. ആ കർമ്മത്തിലേക്ക് വരുന്നത് രാഹു ബന്ധവുമാണ്. കർക്കിടക രാശിക്കാർക്ക് രാഹു അഷ്ടമത്തിലാണ് വരുന്നത്. അപ്പോൾ ആ രാഹു അഷ്ടമത്തിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച്, വെറുതെ നടന്നാലും തടഞ്ഞു വീഴാൻ സാധ്യതയാണ്. പിന്നെ 9ലെ ശനിയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഗ്രഹമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് അവർ വളരെയധികം ശനീശ്വരനെ പ്രാർത്ഥിക്കുക. പിന്നെ ഈ രാഹു ആയതുകൊണ്ട് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിന് പട്ടുപൂജയൊക്കെ കൊടുക്കുക. വ്യാഴം 12ാം ഭാവത്തിൽ പോയതുകൊണ്ട് മോക്ഷസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ആ വ്യാഴത്തിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളും പൂജകളും, സുദർശന ഹോമം ചെയ്യിപ്പിക്കുക, ഇടയ്ക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, വിഷ്ണുവിന് നെയ്യ്, ചന്ദനത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മത്തിൽ നമുക്ക് നല്ലതായിട്ട് വരും. അതേപോലെ തന്നെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ, ശനീശ്വരൻ 9ൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാഗ്യാനുഭവങ്ങളും നമുക്ക് വരും. അങ്ങനെയാണ് ഈ കർക്കിടക രാശിയിലുള്ള പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അപ്പോൾ 2 രാശിയിൽ പെടുന്ന പുണർദം നക്ഷത്രക്കാർക്ക് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. അതുപോലെ ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോയി അതിന് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക.